അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ടാറ്റ ഹിറ്റാച്ചിയുടെ പവലിയനിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ അനീഷേട്ടനുണ്ട്. അനീഷേട്ടൻ എന്ന് പറയുന്നത് ടാറ്റ ഹിറ്റാച്ചിയുടെ നമ്മുടെ ട്രെയിനിങ് ഹെഡാണ് അനീഷേട്ടന്. അപ്പോൾ ഇന്ന് നമ്മൾ അനീഷേട്ടാ വെൽക്കം ടു ദ ഷോ. അപ്പോൾ അന്ന് അനീഷേട്ടനാണ് നമുക്ക് ഈ കിടക്കുന്ന ഫുൾ മെഷീൻ റേഞ്ചിൻ്റെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സാക്സിസ് 490H അൾട്രാ സീരീസിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു മോഡലാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത? പ്രധാന പ്രത്യേകത വെച്ചാൽ നിലവിൽ നമുക്ക് 470 മോഡൽ മെഷീൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു അൾട്രാ വേർഷൻ എന്നുള്ള രീതിയിലാണ് 490H എന്നുള്ള സീരീസ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് CRD എഞ്ചിനാണ്, അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷണൽ LCD ഡിസ്പ്ലേ ആണ്. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഹെവി ഡ്യൂട്ടി അണ്ടർ കാരേജ് ആയിരിക്കും. ഓൾ ന്യൂ ഹെവി ഡ്യൂട്ടി അണ്ടർ കാരേജ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. അത് എക്സ്ട്രാ ഹെവി ആയിരിക്കും, കാരണം നമുക്ക് മെയിനായിട്ട് കോറി ആപ്ലിക്കേഷനും അതുപോലെ മൈനിങ് സെഗ്മെന്റ് ആപ്ലിക്കേഷനും വേണ്ടിയാണത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈഡ്രോളിക് സിസ്റ്റമാണ്. HIOS അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റലിജൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഹിറ്റാച്ചിയുടെ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായുള്ള 3rd ജനറേഷൻ ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഇതിലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ സ്മൂത്ത് ആൻഡ് കമ്പൈൻഡ് ഓപ്പറേഷൻസ് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ള ബൂമും ആമിനും റീജനറേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് പെർഫോമൻസ് വൈസ് കൂട്ടാനും അതുപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബൂം ആൻഡ് ആം ബക്കറ്റ് റീജനറേഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്മെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിലോ, അറ്റാച്ച്മെന്റ് നോർമലി അതിന്റെ സൈസും കാര്യങ്ങളും വരുന്ന ബക്കറ്റ് സൈസിലാണ് നമ്മൾ പറയുന്നത്. ബക്കറ്റ് സൈസ് വരുന്നത് 1.9 മുതൽ 3.1 മീറ്റർ ക്യൂബ് വരെ, അതായത് ആസ് പെർ അവർ ആപ്ലിക്കേഷൻ പ്രകാരം 1.9 മുതൽ 3.1 വരെയാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്നത്. നമുക്കിനി നെക്സ്റ്റ് വെർഷനിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ താഴത്തെ വെർഷനാണ് ഏകദേശം 37 ടൺ ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്ന സാക്സി 370 LCH ഹെവി ഡ്യൂട്ടി H അതാണ് ഇതിൽ വരുന്നത്. കമ്പയർ ചെയ്യുമ്പം ഈ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്, പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ നോർമൽ നമ്മുടെ ഇസുസുവിന്റെ എഞ്ചിനാണ്. ഇസുസുവിന്റെ എഞ്ചിനാണ്. അതിൽ ഇസുസുവിന്റെ എഞ്ചിൻ ആയിരുന്നു അത്, പക്ഷേ CRD എഞ്ചിനാണ്. പക്ഷേ ഇത് നോർമൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഉള്ള എഞ്ചിനാണ്. 6SK 1X എന്ന് പറയുന്ന എഞ്ചിനാണ്. അതിനാണ് കുറച്ചുകൂടെ പവർ വരുന്നത്. പവർ ഓൾറെഡി, കാരണം ടണ്ണേജ് വൈസ് അത് കൂടുതലാണ്. ഏകദേശം 49 ടൺ അടുത്ത് ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്നതാണ്. ഇത് 37 ടൺ ഓപ്പറേറ്റിംഗ് വെയിറ്റ് ആണ് വരുന്നത്. ബാക്കി നമ്മുടെ ക്യാബിൻ സ്പെക് ഒക്കെ സെയിം ആണ്. പിന്നെ ഇതിൽ വരുന്ന ബക്കറ്റ് മാക്സിമം 2.5 വരെയാണ്. 3.1 ആണ് മറ്റേ ഇതിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ 20 മെഷീൻ അല്ലേ, 20 ടണ്ണിലേക്ക് കറ്റ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞത് 49ഉം 37ഉം ആണ്. അതിന്റെ താഴെ വരുന്നത് നമുക്ക് അടുത്ത സെഗ്മെന്റ് വരുന്നത് 220 സീരീസ് ആണ്. അതായത് 22 ടൺ ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്ന മെഷീൻ കാറ്റഗറിയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ള മോഡൽ ഇതാണ്, കാരണം 20 ടൺ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ വരുന്നതും അതിലിപ്പോ ഇതിലൊരു വ്യത്യാസം വന്നു വെച്ചാൽ എസ്കോണി വന്നൊരു മാറ്റം വെച്ചാൽ ഇതിന്റെ ഏറ്റവും പുതിയ അൾട്രാ സീരീസ് ആണ് വന്നിരിക്കുന്നത്. അൾട്രാ സീരീസിൽ ശരിക്കും കുറച്ച് ഇന്റേണലി കുറച്ച് എന്റർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നിലവിലുണ്ടായിരുന്ന 220ക്കാളും കുറച്ചും കൂടെ ഹെവി ഡ്യൂട്ടി ആയിട്ട് ഇറക്കിയേക്കുന്ന ഒരു മോഡൽ. അതായത് നമ്മൾ ഇതിൽ എക്സ്പ്രഷനിൽ കൊടുത്തിട്ടുണ്ട് ക്വാറി എന്നൊരു സെഗ്മെന്റിനായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ക്വാറി സെഗ്മെന്റിൽ ഇൻക്ലൂഡിംഗ് റോക്ക് ബ്രേക്കർ അറ്റാച്ച്മെന്റ് അടക്കം വരുന്നത്. AC ക്യാബിനാണ്. നമ്മുടെ ഇതിനകത്ത് ഇന്റേണലി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്റെ ഡിസ്പ്ലേ യൂണിറ്റ് മാറി, അതുപോലെ സ്വിച്ച് യൂണിറ്റുകളും മാറിയിട്ടുണ്ട്. 220 ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ തന്നെയാണ് ഇസുസുവിന്റെ 6BG 1TR എന്ന് പറയുന്ന 170 HP ആണ് അതിന് പവർ വരുന്നത്. നെക്സ്റ്റ് സെഗ്മെന്റ് നമ്മുടെ 20 ടണ്ണിൽ തന്നെ എക്കണോമിക്കൽ കാറ്റഗറി അല്ലെങ്കിൽ ഒരു എക്സലൻസ് സീരീസിൽ വരുന്ന മോഡലാണ് EX 210 പ്രൈം. അതെ അതെ, കോറി ആപ്ലിക്കേഷൻ. ഇത് ശരിക്കും എക്കണോമിക്കൽ കാറ്റഗറിയിൽ 220 ഈക്വലന്റ് ആയിട്ട് ഒരു എക്കണോമിക്കൽ കാറ്റഗറി വന്നിരിക്കുന്ന മോഡലാണ്. ഫ്യൂവൽ എഫിഷ്യന്റും അതുപോലെ തന്നെ ടെക്നോളജി വൈസ് സാക്സിസിന്റെ അത്രയും കുറവാണെങ്കിലും എന്നാൽ സാക്സിസിനോട് ഈക്വലന്റ് ആയിട്ട് ഉള്ള പെർഫോമൻസ് കിട്ടാവുന്ന രീതിയിലാണ് അതാണ് പുതിയ പ്രൈം സീരീസ് വന്നേക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് ഏറ്റവും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇതിന്റെ ഇന്റേണലി ഒരു മൾട്ടി ഫംഗ്ഷണൽ ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നതിനകത്ത് 2
മോഡലിനകത്ത് അങ്ങനെ ചേഞ്ചസ് വരുത്തും. ചെറിയ സെഗ്മെന്റ്, ചെറിയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു നമ്മുടെ ഒരു ഫ്യൂവൽ എഫിഷ്യന്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകൾക്ക് ഒരു മന്ത്ലി എക്സ്പെൻസിൽ അല്ല, ഓൾറെഡി നമ്മുടെ മെഷീൻസ് എല്ലാം ഫ്യൂവൽ എക്കണോമി ആണ്. എന്നിരുന്നാൽ പോലും ഇതില് എക്കണോമി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് EX സീരീസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ടെക്നിക്കൽ വൈസ് നോക്കുമ്പോൾ സാക്സിസ് ടെക്നിക്കൽ ഹൈ എൻഡ് മോഡലാണ്. പൈസയുടെ കേസ് നമ്മൾ പറയുന്നില്ല. എന്നാൽ പോലും ഒരു കസ്റ്റമറെ സംബന്ധിച്ച് പ്രൊഡക്ടിവിറ്റി നോക്കുമ്പോൾ രണ്ടും മെഷീൻ നിയർലി ഈക്വൽ തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈക്വൽ ആയിട്ട് ഇതിൽ കിട്ടുകയും ചെയ്യും. എല്ലാ ഫീച്ചേഴ്സും അതിനോട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഇതിന് അവൈലബിൾ ആവില്ല. എന്നാൽ നോർമൽ കസ്റ്റമർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇപ്പൊ കാണുന്നത് നമ്മുടെ ഏറ്റവും പുതിയ 5 ടൺ കാറ്റഗറി, അതായത് 5 ടൺ ഓപ്പറേറ്റിംഗ് വെയിറ്റ് വരുന്ന മെഷീൻ കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും പുതിയ ഈ എസ്കോണിൽ ലോഞ്ച് ചെയ്ത മോഡലാണ് NX50. അതായത് നെക്സ്റ്റ് ജനറേഷൻ 5 ടൺ കാറ്റഗറി. എന്താണ് ഇതിന്റെ പ്രധാന ഒരു അഡ്വാൻറ്റേജ്? എന്താണ് അഡ്വാൻറ്റേജ്? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ യാൻമാർ എഞ്ചിനാണ്. 40NV88 എന്ന് പറയുന്ന യാൻമാർ എഞ്ചിനാണ്. നോർമലി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള എഞ്ചിൻ തന്നെയാണ് യാൻമാർ. പ്രൂവൺ ആയിട്ടുള്ള ഓൾറെഡി നമ്മുടെ കോമ്പാക്ട് സെഗ്മെന്റ് എക്സ്കവേറ്റേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്ന കമ്പനി യാൻമാർ എഞ്ചിൻ തന്നെയാണ്. അപ്പൊ അതിൽ ഇത്ര നാൾ നമുക്ക് ഇല്ലായിരുന്ന ഒരു ഗ്യാപ്പ്, അതായത് ഒരു 5 ടണ്ണിന്റെ ഗ്യാപ്പ് ഇപ്പൊ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് അത് 5 ടൺ ഇതിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും ഈ കാറ്റഗറിയിൽ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ലെങ്ത് ആയാലും റീച്ച് ആയാലും ഒക്കെ കമ്പയർ ടു അതർ കോമ്പറ്റേറ്റർ മെഷീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. കസ്റ്റമറെ സംബന്ധിച്ച് മാക്സിമം ഡിഗിംഗ് ഡെപ്ത് കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടും. ഇത് മെയിൻ ആയിട്ട് എക്സ്കവേഷൻ ആണ്. ഇനി ഓപ്ഷണലായിട്ട് ബ്രേക്കർ ലൈൻസും കാര്യങ്ങളും പിടിപ്പിക്കും. 5 ടണ്ണിൽ നിന്ന് അടുത്ത കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 7 ടൺ കാറ്റഗറിയിലാണ്. ഇപ്പൊ നമുക്ക് നിലവിൽ 7 ടണ്ണിലുള്ള മെഷീൻസിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് EX70 പ്രൈം സീരീസ്. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടാറ്റയുടെ 497 എഞ്ചിനാണ് വിത്ത് 49 HP എഞ്ചിനാണ്. അതായത് ഇനി നമുക്ക് എമിഷൻ നോംസിന്റെ ഫ്യൂച്ചറിസ്റ്റിക് എമിഷൻ നോംസിന്റെ ഒരു എമിഷൻ നോംസ് BS5ലേക്ക് വരുമ്പോ അതിനു വേണ്ടി ഒരു മുന്നേ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സെയിം എഞ്ചിനാണ്. 497 ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് BS6 അല്ല, 49 HP ആക്കി. കാരണം നമ്മുടെ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ 50 HP താഴെ ആകുമ്പോൾ BS3 ആ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ ആ രീതിയിൽ 49 HP എഞ്ചിൻ HP കുറച്ചെന്ന് പറഞ്ഞാലും ഓൾഡ് മോഡൽ EX70 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 HP കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ എഞ്ചിനേക്കാളും ഒരു 20% ടോർക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കസ്റ്റമർ സൈഡിൽ പ്രൊഡക്ടിവിറ്റിയിലുള്ള ഒരു സംശയം വരത്തില്ല. അപ്പം അതുപോലെ തന്നെ നമുക്കൊരു ചേഞ്ചസ് വന്നേക്കുന്നത് സീറ്റിന്റെ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. വളരെ കംഫർട്ട്, ഓപ്പറേറ്റിംഗ് കംഫർട്ട് മാക്സിമം കിട്ടാൻ വേണ്ടി AC ക്യാബിൻ അവൈലബിൾ ആണ്. AC ക്യാബിൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾറെഡി മെഷീൻ IC ക്യാബിനാണ്. റിയറിൽ AC അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് അതിന്റെ അടുത്ത സീരീസ് 10 ടൺ കാറ്റഗറിയിൽ 130 സൂപ്പർ ഉള്ള പ്രൈം സീരീസ് എന്ന് പറയുന്ന മോഡൽ. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലിന്റെ പ്രൈം വേർഷനാണ്, അപ്ഗ്രേഡഡ് വേർഷനാണ്. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ച് അണ്ടർ ക്യാരേജും അതുപോലെ തന്നെ അറ്റാച്ച്മെന്റ്സും ഫ്രണ്ട് അറ്റാച്ച്മെന്റ്സ് എല്ലാം കുറച്ചും കൂടെ ഹെവി ഡ്യൂട്ടി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിംഗ് മോഡലിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ സ്വിംഗ് സ്പീഡ് കൂട്ടാൻ വേണ്ടി കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ. അതുപോലെ കൗണ്ടർ വെയിറ്റിൽ ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. വെയിറ്റ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ബാലൻസിങ് ഇതാണ്. അതായത് ഫ്രണ്ട് അറ്റാച്ച്മെന്റിൽ റീഎൻഫോഴ്സ്മെന്റ് കൂട്ടുമ്പോൾ ആ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൗണ്ടർ വെയിറ്റിൽ കുറച്ച്. പിന്നെ അടുത്ത് വരുന്നത് ഒരു വലിയ ചേഞ്ചസ് വന്നത് ഈ വർഷം വന്നിരിക്കുന്നത് സാക്സിസ് 140 അല്ലെങ്കിൽ ഇസോഡ് ആക്സിസ് 140 എന്ന് പറയുന്ന മെഷീനാണ്. എക്സിസ്റ്റിംഗ് ആയിരുന്ന 140 മെഷീനിലെല്ലാം മിറ്റ്സുബിഷി എഞ്ചിനായിരുന്നു. പക്ഷേ അൾട്രാ സീരീസിലേക്ക് വന്നപ്പോൾ അവർ ഇസുസുലേക്ക് കൺവേർട്ട് ചെയ്തു. ഇല്ല, ഇസുസു ഓൾറെഡി നമ്മുടെ മെഷീൻസിലെല്ലാം പ്രൂവ് ചെയ്ത ഒരു എഞ്ചിനായിരുന്നു. ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 120 പഴയ മെഷീൻ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് സജഷൻ എടുത്താൽ എല്ലാവർക്കും ഹാപ്പി ആകുന്നത് ഇസുസു ആയിരുന്നു. എന്തായാലും അൾട്രയിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിൽ നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇസുസുലേക്ക് എക്സിസ്റ്റിംഗ് മെഷീൻ സെയിം തന്നെയാണ്, ഇസുസു കൺവേർഷൻ ചെയ്തെന്ന് മാത്രമേ. ഇപ്പോൾ നിലവിൽ ഇത്രയും മോഡൽസ്, അതായത് ശരിക്കും 490H അൾട്ര, 370 LCH, സാക്സിസ് 220 LC അൾട്ര, ദെൻ 140 അൾട്ര, NX50, EX70 പ്രൈം, EX130 പ്രൈം, ഇതെല്ലാം അപ്ഡേഷൻസ് ആണെന്ന് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ന്യൂലി ലോഞ്ച് വന്നത് നമ്മുടെ NX50 ആണ്. ഒരു 5 ടൺ കാറ്റഗറിയിലേക്ക് നമുക്കൊരു പുതിയൊരു മെഷീനെ കൊണ്ടുവന്നത് NX50യിലാണ് വന്നത്. ടാറ്റ ഹിറ്റാച്ചി എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടിച്ച ഒരു ലോഞ്ചിങ് ആയിരുന്നു ഇവിടെ കാണിച്ചത്. ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ട്രിക് എക്സ്കവേറ്റർ, അതായത് ശരിക്കും ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ബൈ ടാറ്റ ഹിറ്റാച്ചി ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ബേസിൽ വന്നിരിക്കുന്ന 3 ടൺ കാറ്റഗറി വരുന്ന മെഷീനാണ്. അത് പ്യുവർലി ബാറ്ററി ഓപ്പറേറ്റഡ് മെഷീനാണ്. പ്യുവർലി ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. നമ്മൾ ബാറ്ററിയിൽ നമ്മൾ നോർമൽ 230 വോൾട്ടേജിൽ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഏകദേശം ഒരു അതിൻ്റെ ബാക്കപ്പും കാര്യങ്ങളും കമ്പനി സ്പെസിഫൈ ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും നോർമലി നമ്മുടെ ഡീസൽ എഞ്ചിൻ പിടിപ്പിച്ച മെഷീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈക്വൽ പെർഫോമൻസും, കാരണം അത് കാഴ്ചവെക്കും. അതിന് വ്യത്യാസം വരാമെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ്റെ സ്ഥാനത്ത് ഇലക്ട്രിക് മോട്ടോർ വെച്ചൊന്നും മാത്രമേ ഇതിനകത്തുള്ളൂ. ബാക്കി എക്സാക്ട് കാര്യങ്ങളെല്ലാം സെയിം ആണ്, ഹൈഡ്രോളിക് സിസ്റ്റം അല്ല. അതാണ് ഇത് സ്മൂത്ത് ആയിരിക്കും. പറഞ്ഞിടത്തോളം നമ്മൾ നോർമൽ ഹൗസ് ഹോൾഡ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ നോർമലി നമ്മുടെ കാർ ചാർജ് ചെയ്യുന്ന അതേ ചെയ്യാം. അതാണ് ഈ 310 കാര്യം. അതിന് ഈക്വലന്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഡിസ്പ്ലേക്ക് കൊണ്ടുവന്ന ഒരു മോഡലാണ് സാക്സിന്റെ 55 UEB എന്ന് പറയുന്ന മോഡൽ. ഇത് പ്യൂർലി ഇലക്ട്രിക് ആണ്, സെയിം നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യം. പക്ഷേ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇത് ബാറ്ററി ചാർജിങ് ചെയ്ത് ഓടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലഗ് ആൻഡ് പ്ലേയിലും ചെയ്യാൻ പറ്റും. അതായത് 2 ആപ്ലിക്കേഷൻ പറ്റും. ഇപ്പം അതായത് ഇന്റേണൽ ആപ്ലിക്കേഷൻ, അതായത് ഒരു കമ്പനിക്ക് ഉള്ളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സപ്ലൈ അവൈലബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് അത് സപ്ലൈ കൊടുത്ത് ഓടിക്കാൻ പറ്റും. എക്സ്റ്റേണൽ ആണെങ്കിൽ നമുക്ക് ബാറ്ററിയിലും ഓടുകയും ചെയ്യും. അത് ഫുള്ളി ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും അതൊരു ഇന്നോവേഷൻ ആണ്. ശരിക്കും ഇന്നലെയാണ് അത് ലോഞ്ച് ചെയ്തത്. വേറൊരു കമ്പനിക്കാർ ഇന്ന് വരെ ഇൻഡിജിനിയസ് വേർഷനിൽ ഒരു ഇലക്ട്രിഫിക്കേഷൻ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരും പലരും കൊണ്ടുവന്നെങ്കിൽ അതെല്ലാം ഇമ്പോർട്ട് ചെയ്ത മോഡലാണ്. ഇപ്പൊ ഞങ്ങൾ ഈ 55 എന്ന് പറയുന്ന മോഡൽ പോലെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ഇത് ഇന്ത്യൻ വേർഷൻ ആയിട്ടുള്ള ഒരു മെഷീനെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്താണ്. കാരണം അത് മെഷീൻ ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും എല്ലാം ഇന്ത്യൻ വേർഷൻ. ഇത്തവണത്തെ ഒരു എസ്കോണിന്റെ ഏറ്റവും മുഖ്യ ആകർഷണം ഇത് തന്നെയാണ്. ഫസ്റ്റ് ഡേ മുതൽ എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ബാക്ക് ഓർഡർ റേഞ്ച് ആണ്. പുതിയ ഒരു സീരീസിൽ വന്നിരിക്കുന്ന മോഡലാണ് ഷിൻഡ്രായി പ്രൈം പവർ 4 എന്ന് പറഞ്ഞാൽ, അതായത് ഇത് കാണുന്നത് ഷിൻഡ്രായി പവർ 4 എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും 4 വീൽ ഡ്രൈവ് മെഷീനാണ്. നമ്മുടെ പ്രത്യേകത എന്താണ്? 4 വീൽ ഡ്രൈവ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. 4 വീൽ ഡ്രൈവ് വിത്ത് ഫ്രണ്ട് ബക്കറ്റിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഓപ്പൺ ടൈപ്പ് ബക്കറ്റാണ്. അത് ഓപ്പൺ ടൈപ്പ് ബക്കറ്റ് എന്ന് പറയാം. 6-in-1 ബക്കറ്റ് എന്നാണ് പറയുന്നത്. ഇടാൻ പറ്റും. 4 വീൽ ഡ്രൈവിന്റെ ഓപ്ഷൻ വന്നേക്കുന്നതുകൊണ്ട് ഈ ടൈപ്പ് ആയിരിക്കും. കാരണം ഇത് കുറച്ചും കൂടെ ഡോസിങ് ആപ്ലിക്കേഷനും കൂടെ ഇതായിരിക്കും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കുബോട്ടയുടെ V3800 എന്ന് പറയുന്ന എഞ്ചിനാണ് ഇത്. ശരിക്കും നമ്മുടെ ഷിൻഡ്രായുടെ അടുത്തൊരു മോഡൽ എന്ന് വെച്ചാൽ ഷിൻഡ്രായുടെ കാറ്റഗറി വരുന്ന പ്രോ സീരീസിലാണ് വരുന്നത്. ഈ പ്രോ സീരീസിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 49 HP എഞ്ചിനാണ്. അതായത് നമുക്ക് BS4ന്റെ നോംസ് ഇതിൽ വരുന്നില്ല. അപ്പോൾ ആ കാറ്റഗറി വരുന്ന ഒരു മോഡലാണ്. നോർമലി പറഞ്ഞ ഡയമെൻഷനലി കാര്യങ്ങളൊന്നും വലിയ വ്യത്യാസങ്ങളില്ലെങ്കിലും എഞ്ചിൻ പവറിൽ മാത്രമേ കുറവ് വരും. പക്ഷെ അത് നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലും അതുപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് അത് പെർഫോമൻസ്. പിന്നെ നമുക്ക് പരിചയപ്പെടാനുള്ളത് അറ്റാച്ച്മെന്റുകൾ. ഇപ്പൊ നമുക്ക് നിലവിൽ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ റോക്ക് ബ്രേക്കർ ആണ്. റോക്ക് ബ്രേക്കറിൽ നമുക്ക് 2 സീരീസാണ് വരുന്നത്. അലിക്കോൺ സീരീസും അതുപോലെ സാൻവിക്കിന്റെ സീരീസ്. ഇന്റലിജൻ സീരീസ് എന്നാണ് സാൻവിക്കിന് പറയുന്നത്. അത് പ്രീമിയം കാറ്റഗറിയും അലിക്കോൺ എന്ന് പറയുന്നത് നോർമൽ കാറ്റഗറി വരുന്നതാണ്. സാൻവിക്ക് വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന 2 മോഡലില് 2577 അതുപോലെ 4099. അത് കാറ്റഗറി പറഞ്ഞാൽ ഫസ്റ്റത്തെ മോഡൽ ഏകദേശം 20 ടൺ കാറ്റഗറിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള മെഷീന് പറ്റുന്നതാണ്. മറ്റേത് എബോ 40 ടൺ കാറ്റഗറി വരുന്നതാണ്. പിന്നെ ഈ കാണുന്നത് B145, B70 അതുപോലെ B30 എന്നൊക്കെ പറയുന്ന മോഡൽസ് ഓരോ 10 ടൺ കാറ്റഗറി അതുപോലെ 7 ടൺ കാറ്റഗറി 3 ടൺ കാറ്റഗറി പോലുള്ള മെഷീൻ. ഇത് ഏറ്റവും പുതിയൊരു മോഡലാണ്. സ്ലഡ്ജ് പമ്പ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഡ്രെഡ്ജിങ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ ബക്കറ്റ് അഴിച്ചിട്ട് അവിടെ മെഷീൻ്റെ ഇതിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു റോട്ടർ ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് സക്ക് ചെയ്ത് പുറത്തേക്ക് കുഴൽ പോയി. അതായത് ഡ്രെഡ്ജിങ്ങിന് വേണ്ടി. വൈബ്രോ റിപ്പർ വളരെ ഹെവി ആയിട്ടുള്ള സർഫസ് ചെയ്യാൻ വേണ്ടി. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സിംഗിൾ പോയിന്റ് റിപ്പർ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്ക് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാം. ഇതിനൊരു വൈബ്രേഷനും കൂടെ ഒരു ബ്രേക്കറും ഒരു റിപ്പറും കൂടെ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ്. ശരിക്കും ഇത് പറഞ്ഞാൽ ഹെവി സ്റ്റാർട്ടായാലും ബക്കറ്റ് വെച്ച് പറ്റാത്തത് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഓറഞ്ച് ബി ഗ്രാബ് മെയിൻ ആയിട്ട് നമ്മുടെ സ്ക്രാപ്പ് ഹാൻഡ്ലിങ്ങിന് വേണ്ടി ടാറ്റാ ടാജി ബ്രാൻഡിങ് വരുന്നതാണ്. അവസാനമായിട്ട് നമ്മൾ പറയാനുള്ളത് വീൽ ലോഡർ കാറ്റഗറി വരുന്നതാണ്. നമുക്ക് 2 കാറ്റഗറി ടൈപ്പാണ് ഇപ്പം നിലവിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് TL340H പ്രൈം എന്നും അടുത്തത് ZW225 എന്ന് പറയുന്നത്. ഇത് ഏറ്റവും പുതിയൊരു ലോഞ്ചാണ്. ഇത് ശരിക്കും പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 മീറ്റർ ക്യൂബ് ബക്കറ്റ് കപ്പാസിറ്റി ഉള്ള
മോഡലാണ് ഇത് വരുന്നത്. ഏറ്റവും എക്സ്ട്രാ ഹെവി ആപ്ലിക്കേഷന് വേണ്ടിയാണ് ഇത് വരുന്നത്. അത് ഹെവി ലോഡിംഗ് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് കുമിൻസിൻ്റെ എഞ്ചിനാണ്. ഇത് ശരിക്കും നമ്മുടെ BS4 നോംസ് രണ്ടും മീറ്റ് ചെയ്യുന്ന മോഡലാണ്. അത് 6 സിലിണ്ടർ എഞ്ചിനാണ്, ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്. കുമിൻസിൻ്റെ ഏറ്റവും പുതിയ USP 4.5 എന്ന് പറയുന്ന സീരീസ് വരുന്ന എഞ്ചിനാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യയിലെ ഏക ഹൈഡ്രോസ്റ്റാറ്റിക് വീൽ ലോഡറാണ്. അതായത് നമ്മൾ ഇതിൽ ഹൈഡ്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫുൾ ഹൈഡ്രോളിക് എനർജി ഉപയോഗിച്ചാണ് മിഷീൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. അതാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ടെക്നോളജി. അതുകൊണ്ട് തന്നെ വെച്ചാൽ അഡ്വാൻറ്റേജ് എഞ്ചിൻ്റെ പവർ യൂസേജ് വളരെ കൺട്രോളബിൾ ആയിരിക്കും. അതുകൊണ്ട് ഫ്യൂവൽ എക്കണോമി, അതായത് ഇന്ത്യസ് മോസ്റ്റ് ഫ്യൂവൽ എക്കണോമി വീൽ ലോഡർ എന്നാണ് TL340 പ്രൈമിനെ പറയുന്നത്. കാരണം ഹൈഡ്രോസ്റ്റാറ്റിക് ടെക്നോളജിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹിറ്റാച്ചിയുടെ ഈ ഒരു പവലിൽ നിന്ന് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും മനുഷ്യ വളരെ താങ്ക്സ്. ഏതായാലും നമുക്കിനിയും ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോയുടെ വരും വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ പോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ വിഷ്ണു സൈനിങ് ഫ്രം ഓട്ടോസ് വ്ലോഗ്.